ഹലോ ഫ്രണ്ട്സ്, അടുക്കളയിൽ നിന്നും എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനൊരു അടിപൊളി മത്തിക്കറിയാണ്. പണ്ടത്തെ അമ്മച്ചിമാരൊക്കെ ചെയ്യുന്ന പോലെ നല്ല തേങ്ങാപ്പീര കല്ലേലരച്ച രുചിയിൽ എങ്ങനെ നമുക്ക് മത്തിക്കറി വയ്ക്കാൻ നോക്കാം. ഇവിടെ നമുക്ക് കല്ലില്ലാത്തതുകൊണ്ട് നമ്മളിതാ തേങ്ങ നല്ല വെണ്ണ പോലെ മിക്സിയുടെ മീഡിയം സൈസ് ജാറിലിട്ടാണ് അരച്ചെടുക്കുന്നത്. ഇതിപ്പോൾ ഒരു വലിയ മുറി തേങ്ങയാണ്. ഒരു മുറി തേങ്ങ മുഴുവനും എടുത്തിട്ടുണ്ട്. അത് മിക്സിയുടെ മീഡിയം സൈസ് ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. 1/2 ടീസ്പൂണോ അല്ലെങ്കിൽ 1/4 ടീസ്പൂണോ മഞ്ഞൾപ്പൊടി. ഞാനിവിടെ 1 കിലോ മത്തി ആയതുകൊണ്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി കാശ്മീരി ചില്ലി ആണെങ്കിൽ 2 ടീസ്പൂൺ വരെ ചേർക്കാം കേട്ടോ. അതിലേക്ക് നമ്മുടെ അരപ്പിൻ്റെ ഏറ്റവും വലിയ ടേസ്റ്റാണ് കറിവേപ്പില ഇട്ട് അരയ്ക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു 3 കറിവേപ്പില, 3 തണ്ടല്ല 3 ഇതള് കറിവേപ്പില ഇട്ട് കൊടുക്കുക. വെള്ളം ഞാനിപ്പോൾ ഒരു 3/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. 3/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. വെള്ളത്തിൻ്റെ അളവ് നമുക്ക് നോക്കിയിട്ട് കുറേശ്ശെ ചേർത്ത് കൊടുത്ത് നമുക്ക് അരച്ചെടുക്കാം. നമുക്കിത് നല്ല വെണ്ണ പോലെ മിക്സിയിലിട്ട് നന്നായിട്ട് നമുക്കിതങ്ങ് അരച്ചെടുക്കാം. ഇത് അരയ്ക്കുന്ന നേരം കൊണ്ട് നമ്മൾ വേറെ ബാക്കിയുള്ള കുറച്ച് പണികളും കൂടി ചെയ്യണം. അതായത് കുറച്ച് കൊച്ചുള്ളിയും പച്ചമുളകും ഇഞ്ചിയും വേപ്പിലേക്ക് റെഡിയാക്കി എടുക്കണം. ആ പഴമയുടെ ഒരു രുചി കിട്ടാനായിട്ട് നമ്മുടെ ചെറിയുള്ളിയും ഇഞ്ചിയും ഒക്കെ നമ്മൾ കുഞ്ഞു കല്ലില്ലേ നമ്മുടെ ഇടികല്ല്, അതിൽ വെച്ച് ചതച്ചെടുക്കണം. കുത്തി ചതച്ചെടുത്താൽ മാത്രമേ ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനി അങ്ങനെ ഇല്ല എന്നാണെങ്കിൽ നമ്മുടെ ചപ്പാത്തിയുടെ പലകയിൽ പരത്തുന്ന കോലില്ലേ, അത് വെച്ച് പതിയൊന്ന് ചതച്ച് കൊടുത്താലും മതി. അതിലേക്ക് ഞാനൊരു 2 വലിയ മാങ്ങ അത്യാവശ്യം വീതിയിലാണ് അരിഞ്ഞിട്ടുള്ളത്. കാരണം ഈ മാങ്ങ കലങ്ങി പോകുന്ന മാങ്ങയാണ് ചൂടെത്തുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് കട്ടിക്കാണ് ഞാൻ അരിഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ മിക്സിലേക്ക് നമ്മൾ നമ്മുടെ അരച്ചു വെച്ച കൂട്ട് ഇട്ട് കൊടുത്തു. ആ മിക്സിയുടെ ജാറിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് പൾസ് ചെയ്ത് കൊണ്ടുവന്നിട്ട് വീണ്ടും അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് നമുക്ക് ഇപ്പോൾ ഒന്ന് നോക്കാം. അത് കഴിഞ്ഞിട്ട് പോരാന്നാണെങ്കിൽ നമുക്ക് ഏറ്റവും അവസാനം കുറച്ച് ഉപ്പുനീരോ ഉപ്പോ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതെല്ലാം മിക്സാക്കി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇത് മിക്സ് ചെയ്ത ശേഷം വേണം നമ്മൾ നമ്മുടെ സ്റ്റൗ കത്തിക്കാനായിട്ട്. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇതൊരു 10 മിനിറ്റ്, ഒരു 7 മുതൽ 10 മിനിറ്റ് വരെ നന്നായിട്ട് തിളയ്ക്കട്ടെ. നല്ല വെട്ടി തിളച്ച് വരുമ്പോഴത്തേനും അതിൻ്റെ അരപ്പൊക്കെ പയ്യെ ഒന്ന് കുറുകി വരും. അപ്പോൾ അതൊക്കെ ഒന്നൊരു കയ്യിൽ കൊണ്ട് പയ്യെ ഒന്ന് ആ ചാറിലേക്ക് തന്നെ വടിച്ചിട്ട് ചുറ്റിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ അതിലേക്ക് വെട്ടി ക്ലീനാക്കി കഴുകി വെച്ചിരിക്കുന്ന നമ്മുടെ മത്തി അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിപ്പോൾ ഏകദേശം ഒരു 1 കിലോയോളം മത്തിയുണ്ട്. നന്നായിട്ട് ക്ലീനാക്കിയതാണ്. അപ്പോൾ അത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ചിലവർ മത്തി മീൻ കറിയിലൊക്കെ ഇടുമ്പോൾ പയ്യെ ഒന്ന് വരയും കേട്ടോ. അപ്പോൾ ഞാനിവിടെ വരഞ്ഞിട്ടില്ല. വരയണം എന്നാണെങ്കിൽ നിങ്ങൾക്ക് വരയാം കേട്ടോ. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ അത് തിളച്ച് വരും. കാരണം അരപ്പ് ഓൾറെഡി തിളച്ചതാണല്ലോ. മീൻ ഇട്ട ശേഷം ഹൈ ഫ്ലെയിമിൽ വെക്കുക. ഒരു 5 മിനിറ്റ്, 5 മുതൽ 7 മിനിറ്റ് വരെ നന്നായിട്ട് അത് തിളയ്ക്കട്ടെ. ഇപ്പോൾ ഒരു 1/4 ഭാഗം വേവായിട്ടുണ്ട് നമ്മുടെ മത്തി. അത്യാവശ്യം നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് ആകുമ്പോഴത്തേനും നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. അപ്പോൾ നന്നായിട്ട് വെട്ടി തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ ആ ഫുൾ ഫ്ലെയിം അങ്ങോട്ട് ഓഫ് ചെയ്യുക. അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ പിന്നെ മീൻകറിയുടെ ടേസ്റ്റ് പറയണ്ടല്ലോ. ഏറ്റവും അവസാനം ഒരു തണ്ട് വേപ്പില കൈ കൊണ്ടൊന്ന് തിരുമിയ ശേഷം അതിൻ്റെ മീതെ ഇട്ട് കൊടുക്കുക. ഉടനെ തന്നെ അടച്ചു വയ്ക്കുക. അടച്ചു വെക്കാന്ന് പറഞ്ഞാൽ ഒരു 10 മിനിറ്റ് അതങ്ങനെ അടച്ചു വെക്കണം. ആ വേപ്പിലയുടെയൊക്കെ പച്ച വെളിച്ചെണ്ണയുടെയൊക്കെ ഒരു മണ കറിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാണ്ടല്ലോ എൻ്റെ സാറേ, ഇതുപോലൊരു മീൻകറി വേറെ ഇല്ല. അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക.